ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കടൽക്ഷോഭം അത് രൂക്ഷമായിട്ടും നടപടിയെടുക്കുന്നില്ല എന്ന് ആരോപിച്ച് എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ നിന്ന് ഹർത്താലാണല്ലോ. അപ്പോൾ ഈ തീരദേശ സംരക്ഷണ സമിതിയുടെ വൈകിട്ട് 6 മണി വരെയുള്ള ഹർത്താലിൽ അത് എങ്ങനെ പുരോഗമിക്കുന്നു, എങ്ങനെയാണ് ഇന്ന് ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ? എൽദോ, ഗതികെട്ട് ജനം തെരുവിലിറങ്ങിയ കാഴ്ചയാണ് എടവനക്കാട് ഉള്ളത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ ഹർത്താൽ ആരംഭിച്ചു. വൈകുന്നേരം 6 മണിവരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ 12 മണിക്ക് ജില്ലാ കളക്ടർ ജനകീയ സമിതിയുമായി വിളിച്ച യോഗം ചേരുന്നുണ്ട്. ഇന്നത്തെ ചേരുന്ന യോഗത്തിൽ ഒരു അടിയന്തരമായ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഈ എടവനക്കാടുകാർ. ഇനിയും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തുകാരുടെ തീരുമാനം. നമുക്കറിയാം, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആവശ്യമല്ല, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളല്ല. കഴിഞ്ഞ 20 വർഷമായി ഇവരുടെ ആവശ്യമാണ് സമാധാനമായി കിടന്നുറങ്ങാൻ ഒരു വീട്. ആ വീട്ടിലേക്ക് ഈ കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലേക്ക് തിരകളടിച്ച് കയറി വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടത്തുകാർക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു പരിഹാരം കാണണമെന്ന വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യമാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും ഇവരെ കേട്ട് ഇവർക്കൊരു ഉറപ്പ് നൽകി പോവുക എന്നത് അപ്പുറത്തേക്ക് ഇവർക്കൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്നില്ല. കടൽത്തീരത്ത് വരച്ച വര പോലെ അത് മാഞ്ഞു പോകുന്നു എന്നല്ലാതെ ഇവരുടെ ജീവിതം വീണ്ടും ദുസ്സഹനമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായിട്ടുള്ളൊരു ഹർത്താലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രദേശത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, റോഡ് ഉപരോധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സമരമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ അടക്കം ഇവിടെ എത്തി ഇവരുമായി സംസാരിച്ചു എങ്കിൽ പോലും അതിപ്പോഴും ഇവർക്ക് ഉറപ്പായി കരുതുന്നില്ല. കാരണം എല്ലാ തവണയും ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഉണ്ടാകുമ്പോൾ ഇവർക്ക് വാക്ക് കൊടുത്തു പോകുന്നതല്ലാതെ പിന്നീടും ഇവരെ മറക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത വാക്കുകൾ മറക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ സമരവും ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ. ചേട്ടാ, 12 മണിക്ക് കളക്ടറുമായിട്ടുള്ള ഒരു ചർച്ച തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന ഈ ഒരു യോഗത്തിൽ ഒരു അനുകൂലമായിട്ടൊരു നിലപാട് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അനുകൂലമായിട്ട്, കാരണം ഇത്രയും 20 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഞങ്ങൾക്ക് സീവാളും തീരദേശ റോഡും വേണമെന്ന്. ഇതുവരെ അതൊരു മൈൻഡ് ചെയ്തിട്ടില്ല. ഇത്രയും ശക്തമായിട്ടൊരു സമരം ഞങ്ങൾ ഇതിക്ക് മുമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ പല മീറ്റിങ്ങുകളും ഉണ്ടായെങ്കിലും അത് അലസിപ്പോയെങ്കിലും ഇന്നൊരു നല്ലൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം MLA ഉണ്ണികൃഷ്ണൻ സാറും മന്ത്രിയും കൂടിയും കളക്ടറും കൂടിയുള്ള ഒരു മീറ്റിംഗ് ആയതിന്റെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്, കാരണം ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കും. ചെല്ലാനം മോഡലുള്ള ടെട്രോപ്പാട് ഉള്ള ഒരു സീവാളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തു തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് ഉച്ചവരെ, ആ മീറ്റിംഗ് തീരുന്നവരെ മാത്രം സമരം നടത്താമെന്നുള്ള തീരുമാനത്തിലാണ്. കാരണം അതിനുശേഷം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന ഒരു വിഷയം. കാരണം 20 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന, കാരണം എറണാകുളത്ത് നിന്ന് എടവനക്കാട് തീരദേശം വരെ ബസ് റൂട്ട് ഉണ്ടായതാണ്. അതിപ്പോ ഈ 15 വർഷമായിട്ട് അതില്ല. ഓക്കി വന്നതിന് ശേഷം മണൽ വന്ന് മൂടിക്കിടക്കുന്ന റോഡ് 2 മീറ്റർ താഴെയാണ്, മണലിന്റെ 2 മീറ്റർ താഴെയാണ് റോഡ് നിൽക്കുന്നത്. നിലവിൽ ഞങ്ങള് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആരെങ്കിലും മരണപ്പെട്ടു വന്നാലും മഞ്ചലിലാണ് ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നത്. ആദിമ മനുഷ്യൻ ഉണ്ടായ സമയത്ത് ചെയ്തിരുന്ന അതേ ഇത് തന്നെയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യണം മിഷൻ മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. എടവനക്കാട് തീരദേശത്തിന്റെ 9-ാം വാർഡും 13-ാം വാർഡും 1-ാം വാർഡും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. കാരണം ജനങ്ങള് ഈ വാടക കൊടുത്ത് മാറാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ജനങ്ങളാണ്. അന്നന്ന് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് പോലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആണ് ആൾക്കാർ ജീവിക്കുന്നത്. കാരണം ഗർഭിണികളെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. വഴിയില്ല, ശരിക്കും ഞങ്ങൾക്ക് വഴിയില്ല, സീവാളില്ല. സീവാള് ടെട്രോപ്പാട് വെച്ച് സീവാള് ചെല്ലാനം മോഡലിൽ പണിതാൽ മാത്രമേ റോഡ് നിലനിൽക്കുള്ളൂ. കാരണം വാട്ടർ ലെവലിനെക്കാട്ടിയും താഴെ നിൽക്കുന്നതാണ് നിലവിലുള്ള സീവാള്. അത് 1 മാസം കഴിയുമ്പോൾ അത് മണ്ണ് വന്ന് മൂടിപ്പോവും. അപ്പൊ പിന്നെ സീവാൾ ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തില് കടലിന് എന്തെങ്കിലും പ്രതിഭാസത്തിന് വ്യത്യാസം വന്നാല് ആ സെക്കൻഡിൽ തന്നെ കടല് കരയിലേക്ക് ഇരച്ചു കയറുന്നൊരു
ഇതാണ് നിൽക്കുന്നത് ഇപ്പോൾ. എൽദോ, ഇത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും. ഈ കടൽ ഭിത്തി നിർമ്മാണം അല്ലെങ്കിൽ ടെട്രോപോഡ് നിർമ്മാണം, ഈ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഇവരുടെ വീടുകളിലേക്ക് തിരമാല അടിച്ചു കയറുന്നു, ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അത് ഒഴിവാക്കണം, അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇവർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായാൽ ഈ സമരം പിൻവലിക്കുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. എൽദോ, റൈറ്റ്. അവിടെ കൊച്ചിയിൽ എടവനക്കാട് നിന്നാണ് നവമി വിവരങ്ങൾ നൽകിയത്. അവിടെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഈ വലിയ ആവശ്യമാണ്, നാളുകളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ മഴക്കാലം എത്തുമ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ ഈ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ചെല്ലാനം മോഡൽ ഒരു പരിഹാരം ഏവരും ആഗ്രഹിക്കുന്നു അവിടെ, സ്വാഭാവികമാണ് താനും. എന്താണെങ്കിലും മഴ അത് സംസ്ഥാനത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഈ കടൽക്ഷോഭം അത്